രാജ്യത്തെ വനിതാക്ഷേമ പദ്ധതികൾ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നു. ശശി തരൂർ എംപിയുടെ വിവാദ ലേഖനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കമാൻഡ്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിക്കുന്ന വനിതാ ക്ഷേമ പദ്ധതികൾ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നു. ഹരിയാനയിൽ 5.22 ലക്ഷം സ്ത്രീകൾക്ക് ലാഡോ ലക്ഷ്മി യോജന പ്രകാരം 2100 രൂപയുടെ ആദ്യ പ്രതിമാസ ഗഡു കൈമാറിയെങ്കിലും ഇത് ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമാണ് ലഭിച്ചതെന്ന് വിമർശനം ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന ബീഹാറിലും നിതീഷ് കുമാർ സർക്കാർ നിരവധി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇവ പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല. പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിന് മുൻപ് കൃത്യമായ സാമ്പത്തിക വിശകലനം നടത്താതെയാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ ജ്യോതി മിശ്ര അഭിപ്രായപ്പെട്ടു. ശശി തരൂർ എംപിയുടെ വിവാദ ലേഖനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കമാൻഡ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തിയതോടെയാണ് ഹൈക്കമാൻഡ് ശശി തരൂരിനെതിരെ അതൃപ്തി അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപനപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പുതിയ കാത്ത് ലാബുകൾ സ്ഥാപിക്കുന്നതിന് 44.30 കോടി രൂപയുടെ ഭരണാനുമതിയായി. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് 14.31 കോടി രൂപയും എറണാകുളം മെഡിക്കൽ കോളേജിന് 14.99 കോടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് 15 കോടി രൂപയുമാണ് അനുവദിച്ചത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 75.31 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പാചക തൊഴിലാളികളുടെ ഓണറേറിയം, അരിയടക്കം സാധനങ്ങളുടെ വില, അരി എത്തിക്കുന്നതിനുള്ള വാഹന ചിലവ് ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തുക അനുവദിച്ചത്. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ വിജയത്തെ പ്രകീർത്തിച്ച് ദേശീയ മാധ്യമങ്ങൾ. പല ദേശീയ മാധ്യമങ്ങളും എഡിറ്റോറിയലുകളും എഴുതി. ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യ ടുഡേ, CNN, ദി ന്യൂസ് മിനിറ്റ്, ന്യൂസ് 18 തുടങ്ങിയ മാധ്യമങ്ങളാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനം എന്ന നേട്ടത്തിലേക്കുള്ള കേരളത്തിന്റെ കാൽവെപ്പിനെ കുറിച്ചും അതിനായി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചും എഡിറ്റോറിയലുകളും റിപ്പോർട്ടുകളും എഴുതിയത്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ നിന്നും ബാലതാര പുരസ്കാരം ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി സാംസ്കാരിക സിനിമാ മന്ത്രി സജി ചെറിയാൻ. അർഹമായ ബാലതാരങ്ങളും സിനിമകളും ഇത്തവണ ഉണ്ടായിരുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ നല്ല സിനിമകൾ ഉണ്ടാകാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന നിർദ്ദേശം വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന കേരളത്തിലും നടപ്പാക്കാനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കെ സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം നാളെ നടക്കും. വൈകിട്ട് 4:30 തൈക്കാട് ഗസ്റ്റ് ഹൗസിലാണ് യോഗം. മുൻ കർണാടക മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ HY മേട്ടി അന്തരിച്ചു. ശ്വാസമുട്ടൽ ഉൾപ്പെടെയുള്ള വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. വിദേശത്തു നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരാൾ പിടിയിൽ. വയനാട് സ്വദേശി അബ്ദുൾ സമദിനെയാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 6.5 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയിരുന്നു. കെനിയയുടെ പടിഞ്ഞാറൻ താഴ്വരയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 26 പേർ മരിച്ചതായി സ്ഥിരീകരണം. 25 പേരെ കാണാതായി. കഴിഞ്ഞ ദിവസങ്ങളിൽ കെനിയയിൽ പെയ്ത കനത്ത മഴയിലാണ് ദുരന്തമുണ്ടായത്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.